ഈ സപ്ലിയുടെ കാര്യം പറയുമ്പോഴേ ആദ്യമായിട്ട് ഒരു സപ്ലി വരുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു സപ്ലി വരുമ്പോഴും കുറച്ചൊക്കെ ഒരു വിഷമം ഉണ്ടാവും. അത് കഴിഞ്ഞ് മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ വരുമ്പോ ഇതൊക്കെ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സപ്ലി ഒരു 2 ഡിജിറ്റ് ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻ ട്രബിൾ. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ സപ്ലിയുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നോറും ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ടും കൂടുതലായിരിക്കും. ഒരു സപ്ലി വരിക എന്ന് പറയുന്നത് ഓക്കെ, പല കാരണങ്ങളും കൊണ്ട് സപ്ലി വരും. പക്ഷേ എപ്പോഴാണോ നമുക്ക് ഒരു ചാൻസ് കിട്ടുന്നത്, ദ വെരി നെക്സ്റ്റ് ചാൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ സപ്ലി ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ എക്സാം എഴുതുന്നതിനേക്കാളും നമ്മൾ എഫേർട്ട് എടുക്കണം. കാരണം ആ കറണ്ട് സെമിസ്റ്ററിലുള്ളതും പഠിക്കണം, സപ്ലിക്ക് വേണ്ടതും പഠിക്കണം. അപ്പൊ അതിന് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം. പലർക്കും ഈ സപ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തതും അതേപോലെ തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കിട്ടി നമ്മൾ ഒരു കറക്റ്റ് പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് സെമിസ്റ്ററിലെ സപ്ലി ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ലേണിംഗ് ഓയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 1-to-1 ട്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡൻസ് തന്നുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സപ്ലി എക്സാംസ് ഉണ്ടോ, നമുക്ക് എല്ലാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കേണ്ട. അടുത്ത കിട്ടുന്ന ചാൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്യാം. സോ 1-to-1 ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി കോൺടാക്ട്.